ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. ഗോവിന്ദച്ചാമി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടിയത് എങ്ങനെയെന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് CCTV ദൃശ്യങ്ങൾ കൂടി തെളിവായി വരുന്നത്. ആദ്യമായി പുറത്തുവരുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. നിരവധി CCTV ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകുന്നതിന്റെ തെളിവായ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. CK വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിജയൻ, ഇത് ജയിലിന്റെ ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? ജയിലിന്റെ അകത്ത് നിന്നുള്ളതാണോ അതോ പുറത്തേക്ക് ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണോ? തീർച്ചയായും അതെ രതീഷ്. അതായത് നമ്മൾ പറയുന്ന ഈ 10ാം ബ്ലോക്ക് അതിസുരക്ഷാ ബ്ലോക്കിൻ്റെ വരാന്തയാണ് നമ്മൾ കാണുന്നത്. പ്രത്യക്ഷത്തിൽ അത് അത്ര വലിയ ഹൈജീനിക്കായ ഒരു സ്ഥലമല്ല എന്നൊക്കെ തോന്നുമെങ്കിലും സിമെൻറ്റ് തേച്ച ഒരു വരാന്തയാണ്. ആ വരാന്തയിൽ നിന്ന്, അതായത് നമ്മൾ ജയിലിൻ്റെ അകത്താണ് നിൽക്കുന്നതെങ്കിൽ വരാന്തയിൽ നിന്ന് കവാടത്തിലേക്കും ഹൈവേയിലേക്കുള്ള ആ ആംഗിളിലുള്ളതാണ് ആ ദൃശ്യം. അതായത് നമ്മൾ ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്താണ് ഈ സെല്ലുകൾ വരിക. ഈ ഇടതുഭാഗത്തെ സെല്ലിൽ നിന്ന് അടിയിലൂടെ നമ്മൾ നേരത്തെ തന്നെ രാവിലെ കാണിച്ച ആ ഫോട്ടോയിൽ നിന്ന് വ്യക്തമാണ് അതിൽ ഗ്രില്ല് കമ്പികൾ എങ്ങനെയാണ് മുറിച്ചത് എന്ന്. ആ മുറിച്ച് കമ്പികളുടെ ഇടയിലൂടെ നൂഴ്ന്ന് ഇറങ്ങി ഇഴഞ്ഞ് ഗോവിന്ദച്ചാമി ആ വരാന്തയിലേക്ക് കടക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ പുറത്തിറങ്ങിയിട്ടും അല്പനേരം മുന്നിലെ CCTV ക്യാമറയിലെ ദൃശ്യമാണല്ലേ? സെല്ലിന് തൊട്ടു മുന്നിലെ CCTV ക്യാമറയിലെ ദൃശ്യമാണ്. CCTVകൾ നിരവധിയുണ്ട്. അത് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ചുമതലപ്പെട്ടവരുണ്ട്. അവരാരും കണ്ടില്ല. മൊബൈൽ ഫോണിൽ ഉദ്യോഗസ്ഥർ കളിക്കുകയായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ വന്നതാണ്. ഇത് സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അത് വേഗത്തിൽ അവിടെ നിന്ന് പോവുകയല്ല. CCTVയിൽ ഏറെ നേരം ഗോവിന്ദച്ചാമി കാണാൻ നമുക്ക് കഴിയുന്നുമുണ്ട്. അപ്പോൾ അത്ര നേരം അവിടെ ഉണ്ടായിട്ടും അത് ആരുടെയും ശ്രദ്ധയിൽ പെടാതെ പോവുകയായിരുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവായി കൂടി ഇത് മാറുകയല്ലേ? ഇയാൾ ഈ തുണി ഉൾപ്പെടെയാണോ പിന്നീട് അവിടെ ഇരുന്ന് രണ്ടാമത് വീണ്ടും എത്തി അത് മറുഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്? രതീഷ്, എനിക്കൊരു അല്പസമയം തരൂ, ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കാം. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തെളിവാണ്, ദൃശ്യമാണ്. കാരണം എന്താണ് അവിടെ നടന്നത് എന്നതിന് വളരെ ആധികാരികമായ ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഏതെങ്കിലും ആൾക്കാർ ആ പരിസരങ്ങളിൽ എവിടെയും ഉള്ളതായും കാണുന്നില്ല. രതീഷ് പറഞ്ഞ സംശയങ്ങളൊക്കെ ഞാൻ അടുത്ത സെൻറ്റൻസുകളായി ഞാനത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ ജയിലിൻ്റെ അഴി മുറിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ അടിഭാഗമാണ് മുറിക്കുന്നത്. അവിടെ നിന്നും നൂഴ്ന്നിറങ്ങി വരാന്തയിലേക്ക് വന്ന ഗോവിന്ദച്ചാമി വീണ്ടും അല്പനേരം സമയം ചെലവഴിച്ച് മുറിച്ചു മാറ്റിയ അഴികൾ അവിടെ ഈ നൂലുകൾ വെച്ച് കെട്ടി പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ അഴികൾ അവിടെ തന്നെ ഉണ്ട് എന്ന് ആർക്കും തോന്നുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം കയ്യിൽ എന്തോ ഒരു പൊതിയുമായി, എനിക്ക് തോന്നുന്നു വസ്ത്രമാണെന്ന് തോന്നുന്നു, അതുമായിട്ട് പുറത്തിറങ്ങുന്നു. ആ പുറത്തിറങ്ങി പോകുന്ന ദൃശ്യമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ആ ജയിലിൻ്റെ അകത്ത് നിന്നും പുറത്തേക്ക് കവാടത്തിലേക്ക് കടക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത്
മനസ്സിലാക്കുന്നത് പുറത്തെ മതിലിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്ത്രവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കയറിൻ്റെ ഭാഗവുമാണ്. പക്ഷേ അതിലേക്ക് എത്താൻ വേണ്ടി ജയിലിൻ്റെ ഭാഗത്തേക്കുള്ള ആ വഴി അയാൾ ഉണ്ടാക്കിയത് നോക്കുക. അത് ആ ഫോട്ടോയിൽ വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഒരു പിടിച്ച് കയറാവുന്ന രീതിയിൽ ഒരു ഗോവണി പോലെ അല്ലെങ്കിൽ ചവിട്ടി നിൽക്കാവുന്ന രീതിയിലുള്ള ഓരോ തുണികളും ഉപയോഗിച്ച് തോർത്തുമുണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ജയിൽ തടവുകാർ ഉപയോഗിക്കുന്ന വസ്ത്രമോറ്റമാണെന്ന് തോന്നുന്നു. അത് കൂട്ടിക്കെട്ടി നമുക്കതിൽ പിടിച്ചാൽ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ, ചവിട്ടി നിൽക്കാവുന്ന രീതിയിൽ, കാലുകൊണ്ട് ഇറുക്കി അതിനകത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഒരു കൈ മാത്രമുള്ള ഈ ഗോവിന്ദചാമി എങ്ങനെയാണ് ഈ കൂട്ടിക്കെട്ടിയതെന്നൊക്കെ വലിയ വിസ്മയമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും അത്രമാത്രം ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ജയിലിൻ്റെ അകത്ത് സംഭവിച്ചത്. ഇനി രതീഷ് ചോദിച്ച ഈ സമയത്ത് ആരും കണ്ടില്ലേ എന്നുള്ളത്, ഈ സമയത്ത് മാത്രമല്ല 3:15 വരെ, അതായത് 1:17 നമുക്ക് അതിനകത്ത് ആ CCTVയുടെ സമയം കാണുന്നത്. അത് കഴിഞ്ഞ് 3:15 വരെ ഏതാണ്ട് ഈ 3 മണിക്കൂർ സമയം ഈ ജയിലിൻ്റെ അകത്ത് തന്നെ, ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഗോവിന്ദചാമി ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ആ ഫോട്ടോ ഒന്നുകൂടി നോക്കൂ. ആ ഫോട്ടോയിൽ അങ്ങനെ ഒരു തുണികൾ കൂട്ടിക്കെട്ടി ആ ഒരു രീതിയിലാക്കിയെടുത്ത് അത് ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് അവിടെ കുരുക്കി കെട്ടി അതിലെ കയറി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എത്ര സമയം വേണം? ഈ സമയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്ലാനിങ് നടത്താൻ അയാൾക്ക് അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ സമയം മുഴുവൻ ഉപയോഗിച്ച് അയാൾ അതെല്ലാം വളരെ കൃത്യമായി നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയിലിൻ്റെ അകത്ത് അതികർശനമായ പരിശോധനകൾ നടക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തിയ CCTVയിലെ ചില ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇത് വളരെ ആസൂത്രിതമായി അദ്ദേഹം പുറത്തേക്കിറങ്ങാൻ നടത്തുന്നതും അതിനുശേഷം അയാളത് എത്രമാത്രം ഒരു ക്രിമിനൽ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതലൊരു തെളിവ് ആവശ്യമില്ല. ഒരുപക്ഷെ ഒരു സാധാരണ ഒരാൾക്ക് 2 കൈയുമുള്ള ഒരാൾക്ക് ഈ രീതിയിൽ തുണികളൊക്കെ കെട്ടി ഈ കുരുക്കി കെട്ടി കയറി പോകാൻ കഴിയുമെന്ന് ആലോചിക്കാൻ പോലും തന്നെ പറ്റണമെന്നില്ല. പക്ഷേ ആ തോർത്തുമുണ്ടുകൾ അല്ലെങ്കിൽ ഈ തുണി ഉപയോഗിച്ച് കെട്ടിയ ആ കെട്ടുകൾ നോക്കൂ. അതിലകത്ത് ചവിട്ടി നിന്നുകൊണ്ട് പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിക്കുകയും ഈ കടിച്ചിട്ട് മുകളിലേക്ക് കയറുകയും ചെയ്തു എന്നാണ് ഇവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് ഈ സമയത്ത് എന്നുള്ളതിന് വളരെ കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നു.